വൈസ് പ്രസിഡന്റ് ആണ്. കൊള്ളയടിച്ച് പാറശാല ബ്ലോക്കിലെ അധികാരികളെ മൂരാക്ഷികളെ രാജിവെക്കണമോ. പാറശാല ബ്ലോക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥരെ പൂട്ടിയിട്ട് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഉദ്യോഗസ്ഥരെ പൂട്ടിയിട്ട് പ്രതിഷേധിച്ചത്. ബ്ലോക്ക് ഓഫീസിൽ 3 ഉദ്യോഗസ്ഥരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൂട്ടിയിട്ടിരിക്കുന്നത്. നമ്മുടെ ആശുപത്രി കേന്ദ്രീകരിച്ച് അലക്ക് കമ്പനി 6 വർഷം കൊണ്ട് പ്രവർത്തിക്കുന്നില്ല. ഈ 30 ലക്ഷം രൂപ ചിലവാക്കിയാണ് ഈ അലക്ക് കമ്പനി വന്നത്. പക്ഷേ അത് 6 വർഷമായിട്ടും അതിന് യാതൊരു പ്രവർത്തനവുമില്ല. ഇപ്പോൾ വീണ്ടും ഒരു 7 ലക്ഷം രൂപ ഇവിടെ അനുവദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി. പക്ഷേ ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നില്ല. ഇതിൽ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 3 ഉദ്യോഗസ്ഥരെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ശക്തമായ സമരമായി മുന്നോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം. പാറശാല സർക്കാർ ആശുപത്രിയിലെ പവർ ലൈൻഡറി ഉടൻ പ്രവർത്തിപ്പിക്കണമെന്ന ആവശ്യവുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എന്നാൽ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ പാറശാല ജനറൽ ആശുപത്രിയിലെ പവർ ലൈൻഡറി ഉടൻ തന്നെ പ്രവർത്തിപ്പിക്കാമെന്ന ജോയിന്റ് BDO, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഉറപ്പു നൽകി. തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. GTV ന്യൂസ്, പാറശാല.